ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിബിൻ, അതായത് DJ സിബിൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ നിന്ന് പുറത്താവുകയും അതിനുശേഷം ഇവിടെ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാവുകയാണ്. അപ്പം അതിൽ ഒന്നാമത്തെ ആളാണ് അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി. അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റും വിന്നറുമായിട്ടുണ്ടായിരുന്ന അഖിൽ മാരാർ, അതുപോലെ തന്നെ അതിൻ്റെ മുമ്പത്തെ സീസണിലുണ്ടായിരുന്ന ഡോക്ടർ റോബിൻ, അങ്ങനെ അതിൻ്റെയും ഫസ്റ്റത്തെ സീസണിലുണ്ടായിരുന്ന സാബുമോൻ, ഇവരുടെയൊക്കെ കുറേ വാക്കുകൾ ഇപ്പോൾ കൂട്ടിച്ചേർത്തുകൊണ്ട് എന്തൊക്കെയോ ബിഗ് ബോസിന് സംഭവിക്കാൻ പോകുന്നു. അതായത് ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന 2 പേര് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നവരാണ്. ഇങ്ങനെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ബിഗ് ബോസിനെതിരായിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ പുറത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് വിഷയമെന്നും എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നും, അതുപോലെ തന്നെ സിബിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വൈഫ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എന്തൊക്കെയാണ് സത്യം എന്നുള്ളതും എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഒക്കെ പോകുന്ന മുന്നേറ്റ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഫസ്റ്റത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കിയൊരു കാര്യം പറയാം. ചിലപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനത് ചുരുക്കിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അതായത് സിബിൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിനകത്ത് കയറുന്നു. അദ്ദേഹം ബിഗ് ബോസിൽ നിന്നും ഒരു ആക്ട്, അതായത് ഈ പറഞ്ഞ ഒരു ആക്ട് പ്രവർത്തിക്കുകയും ആ പ്രവർത്തിച്ചതിന് ശേഷം അത് ലാലേട്ടൻ വന്നിട്ട് അത് ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ മെൻ്റലി ഡൗൺ ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ലാലേട്ടൻ സംസാരിക്കുകയും അതിനുശേഷം പിറ്റത്തെ ദിവസങ്ങളിൽ, അതായത് ഈ ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷമുള്ള എപ്പിസോഡുകളെല്ലാം ഈ പറയുന്ന സിബിൻ എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര മെൻ്റലി ഡൗൺ ആണ്, എനിക്കിവിടെ നിൽക്കാൻ വയ്യ, ഞാൻ ഇവിടുന്ന് പോവാണ്, ഇവിടുത്തെ ഓരോ ചോരുകളും എന്നെ എതിർക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് പോകണം, ഞാൻ മെൻ്റലി ഭയങ്കര വീക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ബിഗ് ബോസ് എന്തൊക്കെയോ പറഞ്ഞ് വീണ്ടും അകത്ത് കയറ്റി. വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വീണ്ടും ഇത് ആവർത്തിച്ചപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങൾ തൽക്കാലത്തേക്ക് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ബിഗ് ബോസിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞു. തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഏകദേശം ഒരാഴ്ച, ഒരു 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ സിബിനും പൂജയും ഒരേ ടൈമിൽ ഫ്ലൈറ്റ് ഇറങ്ങി എയർപോർട്ടിൽ വരികയും അവിടെ നിന്ന് ആളുകൾ ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് പുറത്തായി, നിങ്ങൾ ഇത്രയും സില്ലിയാണോ, നിങ്ങൾക്ക് അറിയായിരുന്നില്ല ഈ ഗെയിം ഇങ്ങനെയാണ് കളിക്കേണ്ടത് എന്നുള്ളതൊക്കെ അറിയായിരുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പുറത്ത് പോകൽ എൻ്റെ തീരുമാനമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എന്തോ ഒരു കളി നടന്നിട്ടുണ്ട് എന്നുള്ളത് കുറച്ച് പ്രേക്ഷകർക്കെങ്കിലും അത് കാണുന്ന ആളുകളും കമൻ്റ് ഇടുന്ന ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി ഒരു ലൈവ് ഇടുകയും ആ ലൈവിൽ ബിഗ് ബോസിലെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിനെ അതിൽ നിന്നും 2 പേരായിട്ടുള്ള ആളുകളെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ട്, പക്ഷേ അവരുടെ പേരോ നിർദ്ദേശമോ അഡ്രസ്സോ ഒന്നും പറയാതെ ആ 2 പേരാണ് ഇതിനൊക്കെ കാരണമെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര രൂക്ഷമായി പ്രവർത്തിക്കുകയുണ്ടായിരുന്നു. അതിനുശേഷമാണ് സിബിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു വീഡിയോ ആയിട്ട് വന്നത്. എന്നെക്കുറിച്ച് പല ആളുകളും പല അപരാധങ്ങളും പുറത്തു വിടുന്നുണ്ട്, അപ്പോൾ അതൊന്നും സത്യമല്ല, എന്താണ് സത്യം എന്നുള്ളതൊക്കെ ഇതൊക്കെ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സിബിൻ ഒരു ലൈവ് വീഡിയോ പോവുകയുണ്ടായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി ഒരു ലൈവ് ഇട്ടിട്ട് ഭയങ്കര രൂക്ഷമായിട്ട് കൂട്ടിക്കൊടുപ്പാണ് ബിഗ് ബോസിൽ ഏഷ്യാനെറ്റിലെ 2 പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ചെറിയ ക്ലിപ്പുകൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് തരാം. ആ 2 ക്ലിപ്പുകൾ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പറയുമ്പോഴേ വ്യക്തമാവുകയുള്ളൂ. അപ്പോൾ ആ 2 ക്ലിപ്പ് ഒന്ന് കണ്ടിട്ട് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റിന്റെ 50-ാം ദിവസത്തിനെ തുടർന്ന് ഒരു ആശംസ എടുത്ത് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും ഞാനൊരു മറുപടി പറഞ്ഞു, വെറും നാറി പുഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. എന്നാലും ആ ഷോയോടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത് എന്നെ ജനങ്ങളെ അറിയിച്ചു കൊടുത്തത് ബിഗ് ബോസ് എന്ന ഷോ ആയതുകൊണ്ട് ഞാനൊരു ആശംസാ വീഡിയോ എടുത്ത് അയച്ചു തരാം എന്ന് പറഞ്ഞ് തന്നെ ആശംസാ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തത് ഞാനാണ്. പക്ഷേ ഞാനിത് പറയാൻ കാരണം, ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചില നാറികൾ നടത്തിയ നെറുകേടിനെതിരെ പറയാതിരിക്കാൻ ഞാൻ സിനിമ പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെക്കും. ഞാൻ പൂർണ്ണമായും എൻ്റെ സിനിമയെ വേണ്ടെന്ന് വെക്കും. ഇവന്മാർ എന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ തൊലിക്കാൻ പോകുന്നത് അഖിൽ സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ്, ഏഷ്യാനെറ്റുമായിട്ട് ബന്ധം വേണം, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ 2 പേര് കേട്ടോ, അധികം ആൾക്കാരൊന്നുമില്ല, 2 പേരേ ഉള്ളൂ ഇതിന്റെ പിന്നിൽ. അല്ലാതെ ഏഷ്യാനെറ്റിന്റെ ഓൾ ഇന്ത്യ ബിസിനസ് ഹെഡ് എന്ന് പറയുന്ന കിഷൻ എന്ന് പറയുന്ന അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിനോടൊക്കെയുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ടാണ്, അതേപോലെ എൻ്റെ സുഹൃത്തുക്കൾ ധാരാളം പേര് അവിടെ ഉണ്ട്, അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഇവന്മാരുടെ ഈ 4 തരങ്ങൾക്കെതിരെ നമ്മൾ ഇത്രയും നാളും മിണ്ടാതിരുന്നത്.
ഇതിൽ വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും ഈ സ്ത്രീകളെ ഇവന്മാർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ, പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെയും ബിഗ് ബോസിൽ കയറ്റിയതുൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഇത്തരം ഒരുപാട് നാറിയ പരിപാടികൾ ഇവരൊക്കെ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാനിത് പിന്നെ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു. ആ കോൺട്രാക്ടിനോടൊരു നീതി പുലർത്തണം. അതുകൊണ്ട് തന്നെ ഞാൻ ആ കോൺട്രാക്ടിനോട് നീതി പുലർത്തിയതിനു ശേഷം ഇപ്പോൾ ഇത് പറയാനുള്ളൊരു കാരണം, ഒരാളുമായ എനിക്ക് കിട്ടിയതിന്റെ 3 ഇരട്ടി ശമ്പളം കൊടുത്തു കയറിയ മത്സരാർത്ഥികൾ ഉണ്ട് കഴിഞ്ഞ സീസണിൽ. ആരാണ് ഈ ശമ്പളം ഈ രീതിയിൽ അവർക്ക് കൊടുത്തത്? അതിന്റെ ഷെയർ വാങ്ങി സ്ത്രീകളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട്, മത്സരാർത്ഥികളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം നാറിയ പരിപാടികൾ കാണിക്കുന്ന അവന്മാരെ തുറന്നു കാണിക്കണം. അത് ഇമാതിരി പുഴുത്തു നാറിയ ഒരു ഷോ 50 ദിവസമായിട്ട് ഈ സമൂഹത്തിൽ ഈ ഷോ ഇത്രയേറെ നെഗറ്റീവായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും മോഹൻലാലിനെ പോലും പറഞ്ഞു പറ്റിച്ച് ഇതെന്തോ മഹത്തരമാണെന്ന് കാണിച്ച് വീഡിയോ ഇട്ടേക്കാണ് 50ാമത്തെ ദിവസം. അത് ചാനലിനോടോ എനിക്ക് നന്ദി പ്രേക്ഷകരോടാണ്. എനിക്ക് ഏഷ്യാനെറ്റിൽ എന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് എന്നെ പുറത്താക്കണമെന്ന് തീരുമാനിച്ച ആൾക്കാരാണ്. എന്നെ ആരാണോ ഈ കഴിഞ്ഞ സീസണിൽ എടുക്കരുതെന്ന് വിചാരിച്ചാൽ അയാൾ ആഗ്രഹിച്ച ആൾക്കാരാണ് റോബിനെ പുറത്താക്കണമെന്നും സാബുവിനെ പുറത്താക്കണമെന്നും രജത് കുമാറിനെ പുറത്താക്കണമെന്നും. ആരുടെ ശ്രദ്ധയാണോ പ്രേക്ഷകരിലേക്ക് പോകുന്നത് ആ മത്സരാർത്ഥികളെ പുറത്താക്കണമെന്ന് ചിന്തിച്ച ഒരുത്തനാണ് ഏഷ്യാന്റെ തലപ്പത്ത് കേരളത്തിലിരിക്കുന്നത്. അതുകൊണ്ട് ഇവൻ പ്രേക്ഷകനെ മുൻനിർത്തി കോമാളിത്തരം കളിക്കരുത്. സ്വന്തമായിട്ട് എന്തും കളിച്ചോ. ബിഗ് ബോസ് നടത്തുകയോ മറ്റേ ഏത് റിയാലിറ്റി ഷോയും ഒരു ചാനലിൽ നടത്താം. ഒരു കോർപ്പറേറ്റ് ചാനലിന് കാശുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് തെമ്മാടിത്തരങ്ങളും ഷോയുടെ പേരിൽ കാണിക്കാം. പക്ഷെ പ്രേക്ഷകരെ നിർത്തിക്കൊണ്ട്, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. വോട്ട് ചെയ്യുന്ന ഒരു പ്രേക്ഷകനെ കോമാളിയാക്കിക്കൊണ്ട് ഇത് വോട്ടടിസ്ഥാനത്തിൽ ഒരാളെ പുറത്താക്കും. ഞാൻ ഇപ്പോഴും പറയുന്നു. അപ്പോൾ ഇതിൽ അഖിൽ മാരാർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതായത് പെണ്ണിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതായത് ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള പല എൻ്റെ ഒപ്പമുള്ള സഹസുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകൾ ഇതേപോലെ സഹകരിച്ചിട്ട് ബിഗ് ബോസിനകത്ത് കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ പുറത്ത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് ബിഗ് ബോസിലെ എല്ലാ ഫെമിനിസ്റ്റ് വുമണും അങ്ങനെയാണ് ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ചെയ്തത് എന്നൊക്കെയാണ് അഖിൽ മാരാർ പറയുന്നത്. അഖിൽ മാരാർ പറഞ്ഞതായിട്ട് ആളുകൾ പുറത്ത് പബ്ലിഷ് ആക്കുന്നത്. പക്ഷെ അഖിൽ മാരാർ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഈ ഒരു ക്ലിപ്പിൽ നിന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അഖിൽ മാരാർ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസിലെ പല ആളുകളും അഖിൽ മാരാർ ഒരു എന്താണ് ഇത് നടത്തി എന്നുള്ളതല്ല, കൂട്ടിക്കൊടുപ്പ് നടത്തി എന്നുള്ളതല്ല പറയുന്നത്. അവിടെ പണമായിട്ട്, അതായത് അവരുടെ സാലറിയിൽ നിന്നും ഇത്ര ഇൻകം ഇവർക്ക് കൊടുക്കുക, എന്നാൽ ഞങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് നിങ്ങളെ എത്തിച്ചു തരാം എന്നുള്ള ഒരു എഗ്രിമെന്റ് രീതിയിലേക്ക് അവിടെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് അഖിൽ മാരാർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ അഖിൽ മാരാർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അഖിൽ മാരാർ പറഞ്ഞത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, ഇത് ആദ്യമായിട്ട് പ്രതികരിച്ചത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സീസൺ 5 വെച്ചിട്ട് അഖിൽ മാരാറിന്റെ സീസണിൽ റോബിൻ മറ്റേ ഇതായിട്ട് പോയിട്ടുണ്ടായിരുന്നു, ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗസ്റ്റിന് ശേഷം അവിടെ ഭയങ്കരമായിട്ട് മോശം പ്രവർത്തനം ആ സ്പോട്ടിൽ തന്നെ ഡോക്ടർ റോബിനെ പുറത്താക്കപ്പെടുകയുണ്ടായിരുന്നു. അതിനുശേഷം പുറത്താക്കിയതിനു ശേഷം ഡോക്ടർ റോബിൻ പുറത്തോട്ട് വന്നതിന് ശേഷം മീഡിയക്കാരോട് പറഞ്ഞത് ഇത് 100% എന്താണ് എഡിറ്റഡ് വേർഷനാണ് നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ അവിടെ പറഞ്ഞ പല കാര്യങ്ങളും പല രീതിയിലാണ് ഇവിടെ പുറത്ത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് ആ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ എല്ലാവരും ഡോക്ടർ റോബിനെ കളിയാക്കുകയും പുച്ഛിക്കുകയും ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ അഖിൽ മാരാർ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടർ റോബിൻ ആണല്ലോ ഇത് ആദ്യമേ പറഞ്ഞത്, അപ്പോൾ ഡോക്ടർ റോബിൻ്റെ അടുത്ത് സത്യങ്ങളുണ്ട് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്നിരുന്നാൽ പോലും നമ്മൾ ഡോക്ടർ റോബിൻ ഇതിന് ശേഷം, ഈ വിഷയത്തിന് ശേഷം ഡോക്ടർ റോബിൻ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഡോക്ടർ റോബിൻ ഒരു ലൈവിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അതിന് പുറമെ അഖിൽ മാരാർ ഡോക്ടർ റോബിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ 2 വാക്കുകളും നമ്മളൊന്ന് കമ്മ്യൂണിറ്റി രണ്ടും തമ്മിൽ നമുക്കൊന്ന് പെയർ ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. തുടങ്ങുന്നുണ്ട് 2 കഴിഞ്ഞ സീസണിന്റെ മധ്യത്തിൽ നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ പുറത്തിറങ്ങിയിട്ട് എന്തോ ഷോയ്ക്കെതിരെ പറഞ്ഞു. റോബിൻ എന്തോ ഈ പറഞ്ഞത്? റോബിൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുള്ള കാര്യങ്ങളല്ലേ. റോബിൻ പറഞ്ഞത് ഷോയ്ക്കെതിരെയാണ്. എനിക്ക് ഷോയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു എതിരഭിപ്രായങ്ങളും ഇല്ല. ഞാൻ ഒരിടത്ത് പോലും ഷോയുടെ സ്വഭാവത്തെക്കുറിച്ചോ ബിഗ് ബോസ് എന്ന സീസണെ കുറിച്ച്, ഞാൻ സീസൺ 6 നാറി പുഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണ് എന്ന് ഞാൻ പറഞ്ഞത് മാത്രമാണ്. അതായത് ഇനി ലോകത്തൊരിക്കലും ബിഗ് ബോസ് ഇറക്കരുതെന്നൊന്നും അല്ല എൻ്റെ അഭിപ്രായം. എനിക്ക് ബിഗ് ബോസിനെ കുറിച്ച് എതിരഭിപ്രായമില്ല. ഈ ബിഗ് ബോസിന്റെ പേരിൽ അതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്ന 2 വ്യക്തികൾ, ഏഷ്യാനെറ്റിൽ പ്രവർത്തിക്കുന്ന 2 വ്യക്തികൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരങ്ങൾ, അവരിലൂടെയാണ് ഈ സീസൺ പോയിക്കൊണ്ടിരിക്കുന്നത്.
എന്താണ് നിങ്ങൾക്ക് രണ്ട് സ്റ്റാൻഡ്, എന്തുകൊണ്ടാണ് എന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്, അവരുടെ അടുത്ത് ഇങ്ങനെ അവർക്ക് ഇതൊരു പ്രശ്നമില്ലെന്നുള്ള രീതിയിൽ ഞാൻ ചോദ്യം ചെയ്തു. ഇവിടെ അവർ കാണിക്കുന്ന ഓരോ അനീതിയും ഞാൻ അവിടെ വെച്ച് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കണക്ക് കോൺട്രാക്ട് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഒരു വീഡിയോ ചെയ്യല്ല ഞാൻ ചെയ്ത. ഞാൻ അവരുടെ സ്ഥലത്ത് കോൺട്രാക്റ്റിൽ ഇരിക്കുമ്പോൾ മുംബൈ ചെന്ന് ബിഗ് ബോസിന്റെ അകത്ത് കയറി ബിഗ് ബോസിലുള്ളവരെയും ഏഷ്യനെറ്റിനെയും ഞാൻ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തപ്പോൾ അവർക്കത് നന്നായി കൊണ്ടു, മനസ്സിലായില്ലേ? അപ്പൊ എന്നെ പുറത്ത് അങ്ങനെ ആക്കാതെ വേറെ വഴിയില്ല. അവരെന്നെ കൺഫെഷൻ റൂമിൽ കൊണ്ടുവരുമ്പോഴും എന്റെ അടുത്ത് ബിഗ് ബോസ് ചോദിച്ചത് റോബിൻ വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് അപ്പോ ഇതിൽ ഡോക്ടർ റോബിൻ പറയുന്നത് എന്താണ് 100% സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്ക് ഇന്നതായിട്ടുള്ള ടാർഗറ്റ് ചെയ്യണമെന്നും ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചാണ് ഞാൻ അവിടെ കളിച്ചത്. പിന്നെ എന്നെ മെന്റലി ഡൗൺ ആക്കാനും എൻ്റെ ഗെയിം കുറക്കാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഖിൽമാരാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ റോബിൻ പറഞ്ഞതും ഞാൻ പറഞ്ഞതും തമ്മിൽ ആനയും ചേനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ ആരും ഈരും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. രണ്ടും രണ്ട് രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. റോബിൻ പറഞ്ഞിട്ടുള്ളത് ഒരു ഷോക്ക് എതിരെയാണ്. അഖിൽമാരാർ പറയുന്നത്, ഞാൻ പറയുന്നത് ഒരു ഒരു പെർട്ടിക്കുലർ രണ്ട് വിഭാഗത്തിൽപ്പെട്ട രണ്ട് ആളുകൾക്കെതിരെയാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് അഖിൽമാർ പറയുന്നത്. പക്ഷെ അഖിൽമാരാറിന്റെ വീഡിയോയിൽ തന്നെ അഖിൽമാരാർ പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് റോബിനെ പുറത്താക്കാൻ ശ്രമിച്ചതും അല്ലെങ്കിൽ സാബുമോനെ പുറത്താക്കാൻ ശ്രമിച്ചതും എന്നെ പുറത്താക്കാൻ ശ്രമിച്ചതുമായിട്ടുള്ള ആളുകൾ ഇവർ തന്നെയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡോക്ടർ റോബിൻ പറഞ്ഞ കാര്യം ഏകദേശം സത്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളാണ് ഇവരിൽ തോന്നിയത്. പിന്നെ ഇതിൽ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബിൻ പറഞ്ഞതും ആനയും ചേനയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോബിൻ പറഞ്ഞ രീതി വേറെയാണ് എന്നേ ഉള്ളൂ. പക്ഷെ റോബിൻ പറഞ്ഞതും ഇതേ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് തന്നെയാണ് പോകുന്നത്. അഖിൽമാരാറിന് അതിനുള്ള കറക്റ്റ് ഫോക്കസ് ആയിട്ടുള്ള കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും അഖിൽമാരാറിന് അറിയാം. പിന്നെ അഖിൽമാരാർ സംസാരിക്കുന്ന രീതിയും അത് വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് രണ്ടും രണ്ടായിട്ട് തോന്നുന്നതായിരിക്കും. പക്ഷെ റോബിൻ പറഞ്ഞതും എനിക്ക് പേഴ്സണലി തോന്നിയത് റോബിൻ പറഞ്ഞിട്ടുള്ള കാര്യവും ഈ അഖിൽമാരാർ പറഞ്ഞിട്ടുള്ള കാര്യം ഇത് ആദ്യമേ അഖിൽമാരാറിന് മുന്നേ സാബുമോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാബുമോൻ ഇതുപോലെ ജാസ്മിൻക്കെതിരെ ജാസ്മിൻ എം മൂസ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ബിഗ് ബോസിനകത്ത് നിന്നിട്ട് ഏതോ ഒരു ആക്ട് ചെയ്യുകയോ തെറി വിളിക്കുകയോ ചെയ്തപ്പോൾ പക്ക നെറികേടാണ് ബിഗ് ബോസ് നിങ്ങൾ ചെയ്യുന്നത് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞിട്ട് സാബുമോൻ ഇതിനെതിരെ ആദ്യം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഡോക്ടർ റോബിൻ പറഞ്ഞിട്ടുള്ള കാര്യവും അതുപോലെ തന്നെ ഈ പറഞ്ഞ അഖിൽമാരാർ പറയുന്നതും. പക്ഷെ ഇത് ക്രെഡിറ്റ് മൊത്തം അഖിൽമാരാർക്ക് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അഖിൽമാരാർ ചങ്കൂറ്റത്തോടെ പറഞ്ഞതിന് ബിഗ് സല്യൂട്ട് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് മുന്നേ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അഖിൽമാരാർ പറഞ്ഞതോട് കൂടി ഇത് ജനങ്ങളിലേക്ക് ഒന്നും കൂടി എത്തി. കാരണം ജനങ്ങളെ എങ്ങനെ എടുക്കാം, എങ്ങനെ രീതിയിൽ അത് എത്തിക്കാം എന്നുള്ളതിന് അഖിൽമാരാർക്ക് കഴിവുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് അഖിൽമാരാർ പറഞ്ഞതും പോയിന്റാണ്, റോബിൻ പറഞ്ഞതും പോയിന്റാണ്, സാബുമോൻ പറഞ്ഞതും പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട വേറൊരു വിഷയമുണ്ട്. അതായത് നമ്മുടെ സിബിൻ്റെ വൈഫ് ഒരു ചാനലിന് ഏതോ ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ എന്താ ഒരു ചോദ്യം ചോദിക്കുന്ന പരിപാടിയൊക്കെ ആയിട്ട് ഇന്നലെ രാത്രി ഞാൻ കാണാനിടയായി. അതായത് സിബിൻ്റെ വൈഫാണ്, ഇപ്പോഴും ഡൈവോഴ്സ് ആയിട്ടില്ല, കേസ് നടന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സിബിൻ്റെ വൈഫ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു കുറച്ച് ഭാഗം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് സംസാരിക്കാം. അപ്പം നേരെ നിങ്ങൾ ആ സിബിൻ്റെ കാര്യം കൂടി ഒന്ന് കണ്ടിട്ട് ഒന്നും എനിക്കറിയില്ല. ഞാനുണ്ടായിരുന്ന സമയത്തുള്ള റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് ആണെങ്കിൽ ഒരു 2019 ഒക്കെ കഴിയുമ്പോഴേക്കും പുള്ളിക്കൊരു ലിവ് ഇൻ റിലേഷൻഷിപ്പായി. ഞങ്ങൾ ബാംഗ്ലൂർ വന്ന ടൈമിൽ 2018 ആണോ 2019 ആണോ എന്ന് ഇപ്പോഴും അറിയില്ല. കാരണം ഞങ്ങൾ ബാംഗ്ലൂർ വന്നതിന് ശേഷം പുള്ളി വേറൊരു ലിവ് ഇൻ റിലേഷനിലായിരുന്നു, ഒരു മോഡലായിരുന്നു. കൂടുതൽ ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ കുട്ടിയുടെ പേരൊന്നും പറഞ്ഞ് ആ കുട്ടിയുടെ ഫ്യൂച്ചർ കളയാൻ താല്പര്യപ്പെടുന്നില്ല. പുള്ളിക്കാരി ഒരു സീരിയലിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഇടയ്ക്കുള്ളൊരു സീരിയലാണത്. അതിലാണ് ആദ്യമായിട്ട് തല കാണിക്കുന്നത്. അപ്പോൾ ഇപ്പം അവർ ഒരുമിച്ചല്ല എന്നാണ് കേൾക്കുന്നത്. കാരണം ഞാൻ ഇടയ്ക്ക് എൻ്റെ ഒരു കുറച്ച് ഞങ്ങൾ അപ്പോൾ സിബിൻ്റെ വൈഫ് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവരിപ്പോൾ പറയുന്നത് അദ്ദേഹത്തിന് മകനുണ്ട്, ആ മകനക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് വേറൊരു മുൻ വൈഫ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചാനലിൽ നിങ്ങൾ ഫുൾ ഇൻ്റർവ്യൂ ഉണ്ട്, അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നതായിരിക്കും. പക്ഷേ ഇവിടെ ഈ സ്ത്രീ വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം റെലവൻ്റ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പം നടക്കുന്ന സോഷ്യൽ മീഡിയ നടക്കുന്ന സിബിനുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂയിലേക്ക് ഈ പറഞ്ഞ കാര്യം എത്രത്തോളം റെലവൻ്റ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പോസിറ്റീവ് പോയിന്റിൽ
പൂജ്യം. അതായത് കൂട്ടത്തില് ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകം ചാരിയ ചാണകം മണക്കും എന്നുള്ള ഒരു ഊള പരിപാടിയാണ് ഇപ്പൊ സിബിന്റെ വൈഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സിബിൻക്ക് ഒരു ഫെയിം കിട്ടി എന്നറിഞ്ഞപ്പോൾ ആ ഗ്യാപ്പ് മുതലാക്കാൻ വരുന്ന കുറച്ച് ആളുകളുണ്ട്, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരുന്ന കുറച്ച് ആളുകളുണ്ട്. അതുപോലെയാണ് എനിക്ക് ഈ സിബിന്റെ വൈഫിന്റെ കാര്യമായിട്ട് തോന്നിയത്. അതായത് ഇപ്പൊ നടക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ സിബിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, സിബിനെ പുറത്താക്കിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാമെന്നല്ലാതെ നിങ്ങൾ ഡൈവോഴ്സ് ആയി അതിന്റെ കാര്യങ്ങൾ സിബിന് പണ്ടേ ഇങ്ങനെയാണ്, സിബിൻക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, സിബിൻക്ക് മുമ്പ് ഒരു വൈഫ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മുമ്പ് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സിബിന്റെ അതൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല. അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിലെ 2 വ്യക്തികളും അതുപോലെ തന്നെ അഖിൽ മാരാറ് പറഞ്ഞിട്ടുള്ളത് സിബിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മെഡിസിൻ കൊടുത്ത് ബിഗ് ബോസ് പുറത്താക്കിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് പറയാനുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. അല്ലാതെ സിബിന്റെ വൈഫ് എന്നിട്ട് പറയുന്നത് എന്താണ്, നിങ്ങൾ എന്താണ് ഈ പറഞ്ഞ സിബിന്റെ വൈഫ് പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന് മുന്നേ ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഞാനുമായി ബന്ധപ്പെട്ട സമയത്ത് ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഇങ്ങനെ പ്രണയം ഉണ്ടായിരുന്നു, അങ്ങനെ പ്രണയം ഉണ്ടായിരുന്നു. സിബിനെ വെറും താറടിക്കാനായിട്ട് വന്നതായിട്ടാണ് എനിക്ക് ഈ സ്ത്രീയെ തോന്നിയത്. അല്ലാതെ ഒരു സിബിനോട് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു ബഹുമാനവും ഒരു സ്നേഹവും ഉണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുകയായിരുന്നു ബെറ്റർ. എന്നാൽ ഞാൻ പറയുന്നത് സിബിൻ എന്ന് പറയുന്ന ആളുകൾ ഇപ്പോൾ നല്ല സപ്പോർട്ട് വരുന്നുണ്ട്. ഞാൻ പറയുന്നത് പല ചാനലും സിബിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു നല്ല കണ്ടസ്റ്റൻസിനെ ബിഗ് ബോസ് പുറത്താക്കി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ എന്തായാലും നമ്മൾ സിബിന്റെ ഒരു ഇതെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബിഗ് ബോസിൽ ഏത് കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് കയറിയാലും അവർക്ക് കുറച്ച് ഫെയിം കിട്ടുന്നെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരുടെ മുൻ എക്സോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഈ ഒരു വിഷയത്തിൽ റെലവൻ്റ് ആയിട്ട് വരും, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ വരും, അത് പുറത്ത് സംസാരിക്കും, അവർക്കെതിരെ നെഗറ്റീവ് ഉണ്ടാക്കും. ഇങ്ങനെയെങ്കിലും അവരെ താറടിക്കാനോ അല്ലെങ്കിൽ ആ ഗ്യാപ്പ് കൂടി നമ്മളൊന്ന് ഗോൾ അടിച്ച് നോക്കിയാലോ എന്നുള്ള നെയ്മറോ മെസ്സി ആവാൻ നോക്കുന്ന ആൾക്കാരും ഉണ്ടാവലുണ്ട്. അപ്പോൾ അതേപോലെയാണ് എനിക്ക് ഈ വിഷയത്തിൽ തോന്നിയത്. ഇവർ പറഞ്ഞ വിഷയം റെലവൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ റെലവൻ്റ് തന്നെയാണ്. ഞാൻ പറയുന്ന നോട്ട് ദ പോയിന്റ്. ഇനി ഇതിന്റെ പേരിൽ എനിക്കിട്ട് പൊങ്കാലെടുക്കാൻ വരരുത്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. നിങ്ങൾ പറഞ്ഞ വിഷയം കറക്റ്റാണ്, പക്ഷെ അത് ഇപ്പം പ്രവർത്തിക്കേണ്ട കാര്യമല്ല. അത് കുറച്ച് കഴിഞ്ഞിട്ടോ ഇല്ലെങ്കിൽ ഇതിന് മുന്നേ പ്രവർത്തിക്കാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ സിബിൻക്ക് ഒരു സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ട് എങ്ങനെയെങ്കിലും എൻ്റെ അടുത്തേക്ക് വരുത്തണം, അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ കുറച്ച് സബ് കയറണം എന്നുള്ള നിലക്കാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ പോരാത്തതിന് ഇപ്പോൾ ഈ സ്ത്രീ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പക്കാ ഫേക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. അവരുണ്ടായ സത്യങ്ങളായിരിക്കാം, അതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടുത്തെ കാര്യം ഡോക്ടർ ആനന്ദന ഇയാൾ പറഞ്ഞ പോലെ, അഖിൽ മാരാർ പറഞ്ഞ പോലെ ആനയും ചേനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതായത് ഇവിടെ പറയുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ സിബിനെ താറടിക്കാനോ അല്ലെങ്കിൽ സിബിനെ മൊത്തത്തിൽ ഡൗൺ ആക്കിക്കാണ്ട് ഇരുത്തിക്കാണ്ട് അവനെ കുഴിമാടത്തിലേക്ക് ഡൗൺ ആക്കി എടുത്താൻ വേണ്ടിയിട്ടല്ല ഇവിടെ നടക്കുന്നത്. സിബിനെ പുറത്താക്കിയതിന്റെ കാരണമായിട്ട് ബിഗ് ബോസിനും ഏഷ്യാനെറ്റിനുമാണ് ഇവിടെ ആളുകൾ ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ സിബിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻസിനെ പുറത്താക്കിയതിനോ സിബിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഇവിടെ പുറത്തായതിനോ നമുക്കൊരു ചുക്കില്ല. ജനങ്ങൾക്ക് അതിനൊരു ചുക്കില്ല. ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഈ ഒരു ഷോക്കെതിരെയും അല്ലെങ്കിൽ ജനങ്ങളെ തീട്ട പരിപാടിയാക്കി മാറ്റുന്ന, ജനങ്ങൾ ഒരു ഒന്നുമല്ല ഈ കേരളത്തിൽ എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു തീട്ട തേർഡ് റൈറ്റ് ചാനലിനെതിരെയുമാണ് ഈ ജനങ്ങൾ മൊത്തം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇവിടെ കിടന്ന് സിബിന്റെ കാര്യം പറഞ്ഞിട്ടോ സിബിന്റെ നെഗറ്റീവ് പറഞ്ഞിട്ടോ സിബിൻക്ക് ലവ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടോ അല്ലെ സിബിന് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടോ സിബിൻ കുടുംബം നോക്കണില്ല എന്ന് പറഞ്ഞിട്ടോ ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ സിബിനെ യാതൊരു ഇതിലും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നില്ല. ജനങ്ങൾ തന്നെ ഇവിടെ സിബിൻ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, അത് കഴിഞ്ഞ കാര്യമാണ്. ഇപ്പൊ ഡോക്ടർ റോബിനും അതുപോലെ തന്നെ അഖിൽ മാരാറും പറയുന്ന പോയിന്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് എത്രത്തോളം റെലവന്റ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന കാര്യം. അപ്പോൾ അതിൽ സിബിനുമായി യാതൊരു ബന്ധമില്ല. സിബിൻ ഒരാളാണ്. അതായത് സിബിൻക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, അത് സിബിൻ പുറത്ത് പറയണം. അതുപോലെ അഖിൽ മാരാർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, അത് അഖിൽ മാരാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഓരോ ദിവസം ലൈവ് ഇടുന്നുണ്ട്. അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ സിബിന്റെ വൈഫും സിബിന്റെ കുടുംബ പശ്ചാത്തലവും അല്ലെങ്കിൽ സിബിൻ എന്ന് പറയുന്ന ക്യാരക്ടറും തമ്മിലുള്ള ബന്ധം ഇവിടെ ആരും ചോദിച്ചറിയുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ വിഷയം ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് എന്താ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അത്രയുള്ള പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.